ഏറെ സ്നേഹം നിറഞ്ഞ വികാരിച്ച കൊച്ചച്ച, സിസ്റ്റേഴ്സ്, കൈകാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് ചേട്ടന്മാരെ, ചേച്ചിമാരെ, കുട്ടികളെ, സത്യം പറഞ്ഞാൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ആയിരിക്കുന്നത്. ഒന്നാമത്തെ സന്തോഷം, ഒരു ടെൻഷൻ തീർന്നു കിട്ടി. ഭയങ്കര ടെൻഷനാണ് ഈ ഒരു പരിപാടി ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ആരംഭിച്ചപ്പോഴും ഇതിന്റെ ആലോചനകൾ നടക്കുമ്പോഴും. പക്ഷെ ഇവിടെ കൊച്ചൻ പറഞ്ഞു, ഞങ്ങളുടെ രണ്ടുപേരുടെ പേര് എടുത്തു പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നണമെങ്കിൽ അതിന് നല്ലൊരു സപ്പോർട്ട് ഈ സോണിലുള്ളവര് തരണം. അത് ഞങ്ങൾക്ക് അവർ തന്നിട്ടുണ്ട്. അതിന് ആദ്യമേ തന്നെ ഈ സോണിലുള്ള എല്ലാ അംഗങ്ങളോടും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഏറ്റവും ആദ്യം നന്ദി പറയുന്നത് വികാരിച്ചനാണ്. സ്വാഭാവികമായിട്ട് ആ ഒരു സ്ട്രക്ചർ അനുസരിച്ച് അങ്ങനെ നമുക്ക് പോകാം. വികാരിച്ചൻ ഈ ഒരു പരിപാടി, ഇങ്ങനെ ഒരു പരിപാടിയെ കുറിച്ച് തന്നെ ആലോചിച്ചത് വികാരിച്ചനും കൊച്ചനും ചേർന്നാണ്. എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് ശേഷം ഇങ്ങനെ ഒരു കൂട്ടായ്മ കൂടുതൽ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിച്ചത് വികാരിച്ചന്റെ ഈ ഒരു തീരുമാനമാണ്. തീർച്ചയായിട്ടും ഇതിനെ വളരെ നല്ല രീതിയിൽ നേതൃത്വം, ഭയങ്കര സപ്പോർട്ടാണ് വികാരിച്ചത്. എന്ത് കാര്യങ്ങളും നമുക്ക് വികാരിച്ചിട്ടുണ്ട് വളരെ ഫ്രീ ആയിട്ട് ചോദിക്കാം, സംസാരിക്കാം. വളരെ നർമ്മത്തോടു കൂടി നമ്മളോട് മറുപടികൾ പറയും. വളരെ രസകരമാണ് അച്ഛനോട് സംസാരിച്ചിരിക്കാൻ. അച്ഛൻ ഏറെ സ്നേഹത്തോടു കൂടി ഞങ്ങളുടെ സോണിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അടുത്ത ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് കൊച്ചൻ. സത്യം പറഞ്ഞാൽ ഈ പരിപാടി നടക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലൊക്കെ ബ്ലൈൻഡ്, എന്ത് ചെയ്യുന്ന അറിയില്ല. അച്ഛനാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ സജഷൻസ് പറയും. എടാ ഇവിടെ ഒരു ഫ്യൂഷൻ സോങ് പോലും ആരും പാടുന്നില്ല, ഇവിടെ ഒരു ഫ്യൂഷൻ സോങ് പാട്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഫ്യൂഷൻ സോങ്ങിനൊക്കെ അതിൻ്റെ ആഡ് ചെയ്തത്. ഇപ്പൊ ഒത്തിരി സജഷൻസ് അച്ഛൻ കാണുമ്പോൾ ഞങ്ങളോട് പറയുക. അപ്പം ഞങ്ങൾക്ക് കൂടുതൽ പ്രോഗ്രാംസ് ആഡ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഭയങ്കര ഒരു സപ്പോർട്ട്. ഇപ്പം ഞങ്ങൾ ഒത്തിരി മാറിയുള്ള ഒരു സോണാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ ഒത്തിരി നേരം അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. പലരുടെ വീടുകളിൽ കൂടെയാണ് പ്രാക്ടീസ് ചെയ്ത് കൂടുതലായിട്ട് നടത്തിയിട്ടുള്ളത്. അപ്പം ആ സമയത്ത് പോലെ അച്ഛൻ നിങ്ങൾ ധൈര്യം നടത്തിയോ, ഞങ്ങളെ കൊണ്ട് പറ്റും, ഭയങ്കര സപ്പോർട്ട് നൽകിയ ഒരു വ്യക്തിയാണ് കൊച്ചൻ. അപ്പൊ കൊച്ചൻ ഏറ്റവും സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ നന്ദി ഉപ്പണ്ണ സൗകര്യം. അടുത്തതായിട്ട് കൈക്കാരന്മാരും കമ്മിറ്റി അംഗങ്ങളുമാണ്. തീർച്ചയായിട്ടും അവരെ ഈ കൂട്ടായ്മയോടെ നടക്കില്ല. അവരുടെ ഒത്തുചേർന്ന ഒരു തീരുമാനമാണ് ഇങ്ങനെ ഒരു വാർഷികം നടത്തുക എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും കൈകാരന്മാരായ പ്രസിഡന്റിനോടും ഷൈൻജേട്ടൻ ഞങ്ങളുടെ വാർഡിന്റെ ലീഡറാണ്, പ്രത്യേകം നന്ദി പറയാം. ഷൈൻജേട്ടനാണ് ഈ പരിപാടി ഇത്രയും കളർഫുള്ളായി നിൽക്കണമെങ്കിൽ അതിന്റെ പ്രധാന കാരണം ഷൈൻജേട്ടനാണ്. ഷൈൻജേട്ടനോട് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. ഷൈൻജേട്ടനും അതുപോലെ തന്നെ അനിലേട്ടനും പിന്നെ മറ്റ് എല്ലാ കമ്മിറ്റി അംഗങ്ങളും, മറ്റ് സോണിലുള്ള കമ്മിറ്റി അംഗങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. അടുത്തതായിട്ട് രണ്ട് മഠത്തിലെയും സിസ്റ്റേഴ്സ്, മദേഴ്സ്, സിസ്റ്റർ ആൻസും സിസ്റ്റർ കാതറീനും രണ്ടുപേർക്കും, അതുപോലെ രണ്ട് മഠത്തിലെ എല്ലാ സിസ്റ്റേഴ്സും കാണുമ്പോൾ ചോദിക്കും പരിപാടി വളരെ ആയിരുന്നു നടക്കുന്നുണ്ടോ. ലിൻസി സിസ്റ്റർ, ക്രിസ്റ്റസ് ആണെങ്കിലും അതുപോലെ തന്നെ ജോലി സിസ്റ്റർ, മൈലി സിസ്റ്ററെ കാണുമ്പോൾ അതുപോലെ നല്ല സപ്പോർട്ടാണ് എല്ലാവരും. സിസ്റ്റേഴ്സിന് ഞങ്ങൾ എല്ലാവരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കും. പിന്നെ ഈ സോണിന്റെ ലീഡറായിട്ടുള്ളത് വേദി ഹീരാണ്ടമാണ്. അദ്ദേഹം വളരെ നല്ലൊരു നേതാവാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു ചുറുചുറുക്കും കരുത്തും ധൈര്യവും തന്നെയാണ് ഈ പരിപാടി ഇവിടെ ഇത്രയും ഭംഗിയായിട്ട് നടത്താനായിട്ട് നടന്നത്. അപ്പൊ അപ്പച്ചന് എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ എന്റെ ഈ കുടുംബക്കാരുടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ മറ്റ് ലീഡേഴ്സ്, സനീഷേട്ടൻ, പിന്നെ രാജേഷേട്ടൻ, സെലീൻ ചേച്ചി, ഷൈൻജേട്ടൻ നമ്മൾ പറഞ്ഞു, പിന്നെ പോളിയേട്ടൻ വിട്ടുപോകരുത്. അപ്പൊ പോളിയേട്ടൻ, അപ്പൊ എല്ലാ മറ്റു ലീഡേഴ്സിന് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി നന്ദി പറയുന്നു. പിന്നെ പർട്ടിക്കുലറായിട്ട് ഞങ്ങളുടെ ഈ സോങ്ങിനെ നയിക്കാനായിട്ട് എത്തിയ കാതറിൻ സിസ്റ്ററും, മേരി സിസ്റ്ററും, മരിയ സിസ്റ്ററും, ഇവർക്ക് 3 പേർക്കും നന്ദി പറയുന്നു. ഇവര് എപ്പോഴും അന്വേഷിക്കുന്നുണ്ട്, വിളിച്ച് എവിടെ വരെയായി പ്രോഗ്രാംസ് എല്ലാം ഭംഗിയായി നടക്കുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു മീറ്റിംഗ് വെച്ചപ്പോൾ മേരി സിസ്റ്ററൊക്കെ അവിടെ വരികയുണ്ടായി. വളരെ സന്തോഷം തോന്നുന്നു. പ്രത്യേകിച്ച് മദർ കാതറിൻ സിസ്റ്റർ വളരെ ഏത് നേരവും നല്ല സപ്പോർട്ടും നല്ല ഉപദേശങ്ങളും നല്ല സജഷൻസും ഒക്കെ നൽകുന്ന ഒരു മദറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ നല്ലൊരു മദറിനെ ഏറെ സ്നേഹത്തോടുകൂടിയുള്ള നന്ദി പറയുന്നു. അതുപോലെ തന്നെ വലിയ സിസ്റ്റർ വലിയ ക്ഷീണത്തിലാണെങ്കിലും സിസ്റ്ററിന്റെ സ്നേഹമൊക്കെ ഞങ്ങളുടെ കൂടെയുണ്ട്. സിസ്റ്ററിനും ഏറെ സ്നേഹം നൽകുന്ന നന്ദി. പിന്നെ മേരി സിസ്റ്ററാണ് ഇവിടെ എല്ലാവരും നേതൃത്വം നൽകിയത്. കുട്ടികളുടെ സ്റ്റേജിലേക്ക്
ഇറങ്ങാനൊക്കെ മീനു സിസ്റ്ററിനും ഒത്തിരി നന്ദി. അടുത്തതായിട്ട് വെളിച്ചവും ശബ്ദവും, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് അത് പരിപാടി ചെയ്തു തന്നത് സമരിയ ടീമാണ്. അത് ജയിച്ചൊക്കെ 2-3 ചേട്ടന്മാരൊക്കെ ഉണ്ട്. അവരുടെ പേര് കൃത്യമായിട്ട്, പക്ഷെ എല്ലാവർക്കും മൊത്തം ടീമിന്, ഹോൾ ടീം എല്ലാവർക്കും സന്തോഷം, വളരെയധികം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് LED സ്ക്രീൻ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തത് ബ്ലൂ ഐസ് ഇവൻസ് ആണ്. അവർക്കും വളരെ ഹൃദ്യമായ നന്ദി. ഇനി എടുത്തു പറയുന്നത് ചെറിയ പേരുകളാണ്. ഒന്നാമത്തെ പേര് ടോണി സാർ, തുടക്കത്തിൽ സാറാണ് ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ, ഞങ്ങൾക്ക് ജോണാണ് അറേഞ്ച് ചെയ്യാനായിട്ട്. ജോണിന് പെട്ടെന്ന് ചെന്നൈക്ക് പോകേണ്ടി വന്നതാണ്. ഞങ്ങൾ സാറിനെ വിളിച്ചു. സാർ വളരെ സ്നേഹത്തോടെ ഇന്നലെ വൈകുന്നേരം വന്നു, പരിപാടികളെല്ലാം ചെയ്തു. ഇന്നും ഫുൾ ടീം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ ശിവസേന വിമാനമൊക്കെ അവരെ അവിടെ നിന്ന് സഹായിച്ചു. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി നന്ദി പറയുന്നു. പിന്നെ പ്രധാനപ്പെട്ട നന്ദി പറയുന്നതാണ് ഫോട്ടോഗ്രാഫി. നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ പരിപാടികളെല്ലാം വളരെ ഭംഗിയായിട്ട് വീഡിയോ എടുത്ത മാത്യൂസ്, ജിയോ, ആഷിൻ, ആൻഡി, ഇവർക്ക് 4 പേർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. പിന്നെ നന്ദി പറയുന്നത് ഒരു ചെറിയ വ്യക്തിത്വം, വളരെ യാദൃശ്ചികമായിട്ട് ഇതിലേക്ക് കയറി വന്നതാണ് ജോയൽ ജോബ്. ഞങ്ങൾ താഴത്ത് കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു. 2 പരിപാടികളൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ വേറെ വേഷമായില്ല. അപ്പൊ ഞങ്ങൾ ഒരുക്കാനായിട്ട് ജോയൽ അവിടെ ഉണ്ടായിരുന്നു. വളരെ സ്നേഹത്തോടു കൂടി ജോയൽ എപ്പോഴും ജോലിയോടുണ്ട് ജോയൽ. അപ്പൊ പെട്ടെന്ന് ഞങ്ങൾ എന്താ ചെയ്യുന്നത് ആലോചിക്കുന്ന സമയത്താണ് ജോയൽ വന്നത്. ജോയലിനെ ആരും സപ്പോർട്ട് ചെയ്യാൻ കഴിയും. ജോയലിന് ഒത്തിരി സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട നന്ദി പറയുന്നത് ഇവിടെ പരിപാടി അവതരിപ്പിച്ച എല്ലാവരും ഒത്തിരി പേരുണ്ട്. ഇപ്പൊ സ്നേഹ, ജീവ, എയ്മി, ജോസ് അവരുടെ ടീം, ചേച്ചിമാരുടെ ടീം, ഇസ ആയിട്ട് റോണിച്ചേട്ടൻ, നിഷ ചേച്ചി അവരുടെ ടീം, ജോബിൻ, അതുപോലെ തന്നെ അപ്പൂസ്, അപ്പൂസ്, ലിൻഡോനാല് അവരുടെ തോലുകളുടെ ടീം, അങ്ങനെ ഒത്തിരി പേരുണ്ട്. പറയാനൊക്കെ റോസ്മേരി, സൗമ്യ ചേച്ചി, ഒത്തിരി പേര് പറയാൻ കുറയുണ്ട്. എല്ലാം പറയാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് തന്നെ ചോദിക്കുന്നത്. നമുക്ക് ഇന്ന് പരിപാടി ലഭിച്ച എല്ലാവർക്കും ഒത്തിരി ഹൃദയം പറഞ്ഞ നന്ദി. പിന്നെ ഞങ്ങൾക്ക് ഈ പരിപാടി അവതരിപ്പിക്കും. ഇപ്പം ഞാനിവിടെ ഈ പരിപാടി, ഞാനും അപ്പനും ഇവിടെ ഈ പരിപാടി വളരെ സന്തോഷത്തോടെ അവതരിപ്പിക്കും. എൻ്റെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു അമ്മ എനിക്കുണ്ട്. അപ്പം അമ്മയ്ക്കും എല്ലാ അമ്മമാർക്കും, ഞങ്ങളിവിടെ പണിയെടുത്തപ്പോൾ വീട്ടിൽ ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും മറ്റ് കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും, സോണികൾ എല്ലാവർക്കും ഒരേപോലെ ഞങ്ങൾ നന്ദി പറയുകയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നന്ദി ഞങ്ങൾക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയ കുട്ടികളാണ്. കുട്ടികളും ചേട്ടന്മാരും എല്ലാവരും സന്തോഷത്തോടും ഒത്തിരി അനേകം കുട്ടികളുണ്ട്. അവരുടെ ആഘോഷമാണ് ശരിക്കും ഈ പരിപാടിയുടെ ഏറ്റവും വലിയ എനർജി എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ മറ്റ് സോണുകളിൽ നിന്ന് പരിപാടി കാണാൻ വന്ന ചേട്ടന്മാര്, ചേച്ചിമാര്, കുട്ടികൾ എല്ലാവരും ഒത്തിരി സ്നേഹത്തോടുകൂടി ഒത്തിരി സ്നേഹത്തോടുകൂടി നന്ദി അറിയിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്ന ടീമിനും ഒത്തിരി സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. ഇനി ആരുടെയും പേര് ഏതെങ്കിലും കാരണവശാൽ വിട്ടുപോയിട്ടുണ്ട് ക്ഷമ ചോദിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് ഈ ഓഡിറ്റോറിയത്തിന്റെ താഴെ ഭാഗത്താണ് ഭക്ഷണം അറേഞ്ച് ചെയ്തിരുന്നത്. കപ്പ, മീൻ, അതുപോലെ തന്നെ ലൈവ് 2 ദിവസം ഓൺലൈനിലാണ്. അപ്പം നിങ്ങളെല്ലാവരും താഴേക്ക് ചെന്ന് ഭക്ഷണം സ്വീകരിച്ചിട്ട് സന്തോഷത്തോടെ പോകുക. താങ്ക് യു.